ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലം ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്, അപ്പം ഇത് ലോങ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, ഒരു 2-3 മിനിറ്റുള്ള വീഡിയോ അത്ര ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് എന്താണ് യൂട്യൂബിൽ വീഡിയോസ് ഇടാത്തതെന്ന് ചോദിക്കുന്നത് കുറേ പേരൊന്നുമില്ല, കുറച്ചൊരു ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വേറെ ഒന്നുമില്ല, ഞാൻ അങ്ങനെ ഒരു ഫുൾ ടൈം ബ്ലോഗറോ യൂട്യൂബറോ കോണ്ടന്റ് ക്രിയേറ്ററോ അല്ല. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് വേറെയാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനൊരു ആഗ്രഹത്തിന്റെ പുറത്ത് തുടങ്ങിയ ഒരു സംഭവം എന്നുള്ളൂ. ഇതങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു സമയവും കുറവാണ്, പിന്നെ അത്ര ഒരു ആഗ്രഹം, പിന്നെ എനിക്ക് അങ്ങനെ റവന്യൂ ഒന്നും ജനറേറ്റ് ആയിട്ടില്ല അതുവരെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് കുറവാണ്. ഇപ്പൊ ഞാനൊരു വീഡിയോ എടുത്ത് എന്തിനാന്ന് വെച്ചാൽ, ഞാനിപ്പോ GC തൃശ്ശൂരാണ് ഞാൻ പഠിച്ചത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. 2025 ഞാൻ ഗ്രാജുവേറ്റ് ആവുന്നത്. അപ്പൊ ഇത് കുറച്ച് പേര് ഞാൻ പണ്ട് ഈ ചാനൽ തുടങ്ങിയ സമയത്ത് കൂടുതലും പ്ലേസ്മെന്റ്സ്, GC തൃശ്ശൂരിലെ കാര്യങ്ങള്, എഞ്ചിനീയറിംഗിനെ പറ്റിയുള്ള കാര്യങ്ങള്, ജോബ് ഇന്റർവ്യൂസ്, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള വീഡിയോസ് ആണ് ഞാൻ കൂടുതലും, ഞാൻ പോയിട്ടുള്ള ഇന്റർവ്യൂസ്, ഇതിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ വീഡിയോസ് ഇട്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനൊരു ബ്രേക്ക് വന്നു. ഞാൻ ഷോർട്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് കുറെ നോട്ടിഫിക്കേഷൻസ് എന്റെ പഴയ വീഡിയോസിൽ കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് ചേച്ചി കീമിന് പ്രിപ്പയർ ചെയ്തിരുന്നത്, എങ്ങനെയാണ് GECയിൽ കയറിയത്, എങ്ങനെയാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പ്ലേസ്മെന്റ് കിട്ടിയിരുന്നോ, ഇപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡു കമന്റ്. ഞാൻ അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ക്വിക്കായിട്ട് പറഞ്ഞ് ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാനാണ് നോക്കുന്നത്. മിക്കവാറും ഞാനിന്ന് നട്ടപ്പാതിരാത്രി ആയിരിക്കും ഇത് അപ്ലോഡ് ആക്കുക, കാരണം ഇപ്പൊ തന്നെ 12 മണിയായി. പിന്നെ ഇതിൽ വലിയ വ്യൂസും റീച്ചും നോക്കിയിട്ടല്ല, ജസ്റ്റ് ആ കമന്റ് ഇട്ടിട്ടുള്ള ആൾക്കാർക്കും അല്ലാത്തവർക്കും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഈ രാത്രി ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, കീം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത്, കീമിന്റെ റാങ്ക് എന്തായിരുന്നു? എന്റെ ഒരു ഫാൻസി നമ്പറാണ് 3456. ഇതാണ് എന്റെ കീമിന്റെ റാങ്ക്. അപ്പം ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് GC തൃശ്ശൂർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് തന്നെ ആയിരുന്നു. അപ്പൊ അത് തന്നെ എനിക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു ആ സമയത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ 5000 സംതിങ് വരെയൊക്കെ ട്രിപ്പിളിയുടെ റാങ്കിലുള്ളവർ അവർ ജനറൽ കോട്ടയിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. അത് 2021 കാര്യമാണ്, ഇപ്പോഴത്തെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ടാവും. എന്നാലും ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ സ്പോട്ട് അലോട്ട്മെന്റ് വരെയുടെ ഉള്ളിൽ എന്തായാലും കിട്ടും 5000 സംതിങ് എന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ ഇപ്പൊ ട്രെൻഡ് മാറിയിട്ട് എങ്ങനെയാണ് റാങ്ക് വരുന്നത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് PDF സൈറ്റിൽ കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ലാസ്റ്റ് ഇയർ ഏത് റാങ്ക് ആണ് ലാസ്റ്റ് കയറിയിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ അപ്പം കീം എങ്ങനെയാ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ, പ്രത്യേകിച്ച് ഞാൻ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് കീം വാസ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ആയിരുന്നു. പിന്നെ എനിക്ക് +1 +2 മുടിഞ്ഞ മാർക്കായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും കീം കിട്ടിയത്, അല്ലെങ്കിൽ ഈ കോളേജിൽ കയറിയത്. അല്ലാതെ കീമിന്റെ എൻട്രൻസിൽ ഞാൻ കുറച്ച് വീക്ക് ആയിരുന്നു. എനിക്ക് അങ്ങനെ എൻട്രൻസിൽ അത്ര വലിയ മാർക്കില്ല. പക്ഷെ അതിന്റെ കൂടെ +1 +2 മാർക്ക് ആഡ് ഓൺ ചെയ്യുമല്ലോ, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻട്രൻസിൽ മാർക്ക് കുറവായിരുന്നെങ്കിലും ഇതും കൂടെ ടാലി ആയിട്ട് വരുമ്പോൾ അത് ബാലൻസ് ചെയ്തിട്ട് എനിക്ക് കീം കിട്ടിയിട്ട് ഈ ഒരു റാങ്കിൽ ഞാൻ GCയിൽ കയറുന്നത്. ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്കതിൽ പ്രോഗ്രാമിംഗ്, സോഫ്റ്റ്വെയർ, കോഡിംഗ് ഇങ്ങനത്തെ പരിപാടികൾ, അത് CS EC പഠിക്കുന്ന അത്ര പേപ്പേഴ്സ് ഒന്നുമില്ല. നമുക്ക് ആകെ ഒരു പേപ്പർ എന്തോ ആണ് ഉള്ളൂ. പിന്നെ ഇലക്റ്റീവ് ആയിട്ട് വരും പൈത്തൺ, ഇതൊക്കെ നമുക്ക് എടുക്കാം. മറ്റേ ഊബ്സ് ഉണ്ട്, അതിനെപ്പറ്റി എനിക്ക് വലിയ നോളജ് ഇല്ല, കാരണം ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അപ്പൊ സോഫ്റ്റ്വെയർ, കോഡിംഗ്, പ്രോഗ്രാമിംഗ് ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതായിരുന്നു എന്റെ മെയിൻ റീസൺ ട്രിപ്പിൾ എടുക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ മെക്ക് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയില്ല. മെക്ക്, പ്രൊഡക്ഷൻ ആ ഒരു സൈഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ കെമിക്കൽ എന്ന് പറയുമ്പോൾ എന്റെ തലയിൽ ആസിഡ് കാര്യങ്ങളൊക്കെയാണ്, അപ്പൊ ലാബ് അതും എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണ് ഞാൻ സേഫ് ആയിട്ട് പിടിച്ചതാണ് ട്രിപ്പിൾ. ബട്ട് അത്ര സേഫ് ആയിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, രസമാണ് പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മള് ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ട്രിപ്പിൾ ഈസ് എ ഗുഡ് സബ്ജക്ട്. അങ്ങനെ വലിയ പ്രശ്നമല്ല. ടഫാണ് ട്രിപ്പിൾ, പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ സ്ട്രീംസും ടഫാണ്. ഒന്നും നമുക്ക് ഇത് ഭയങ്കര ഈസി, ഇത് ഭയങ്കര ടഫ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ടഫ് തന്നെയാണ്. അപ്പൊ എല്ലാം പഠിക്കാത്രേ ഉള്ളൂ. പിന്നെ വന്നിരുന്നത്, അപ്പൊ കീമിന്റെ പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞു, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പൊ പിന്നെ എന്താ ചെയ്യുന്നത്, ഞാൻ വർക്ക് ചെയ്യാണോ, എന്താ പ്രിപ്പയർ ചെയ്യുന്നത്, പഠിക്കുകയാണോ, എന്താണ് പരിപാടി എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമന്റ് ബിലോ. ഞാൻ അതിനെപ്പറ്റി വേറൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്തായാലും. പിന്നെ ചോദിച്ചത് GC തൃശ്ശൂരിനെ പറ്റി. അടിപൊളി ക്യാമ്പസ് ആണ്. ഞാൻ പറഞ്ഞു കണ്ണും പൊട്ടി നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആണ്. റാഗിങ് എന്ന് പറയുന്ന പരിപാടിയേ ഈ കോളേജിലില്ല. ആർട്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, നല്ല
ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ഉണ്ട്, ലാബ് ആയിക്കോട്ടെ, എല്ലാം നല്ല സൗകര്യങ്ങളുണ്ട് നമുക്കുണ്ട്. റോബോട്ടിക്സ് ലാബ് ആയാലും SI ആണെങ്കിലും IEDC IST എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരു ഇൻട്രസ്റ്റോട് കൂടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യവും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ്. പിന്നെ ട്രിപ്പിളി ആണെങ്കിലും ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം ട്രിപ്പിളിക്ക് പകരം ഞാൻ വേറൊരു സ്ട്രീം എടുത്തിരുന്നെങ്കിൽ മേ ബി ഞാൻ പാസ്സായി പോരുമെന്ന് തന്നെ എനിക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ട്രിപ്പിളി ആയതുകൊണ്ടാണ് നമ്മൾ പാസ്സായി വന്നത് തന്നെ. അപ്പോൾ പഠിക്കാൻ പറ്റുന്നത് തന്നെ ഉള്ളൂ. പിന്നെ ഇലക്ടീവ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് കൊക്കിൽ ഒതുങ്ങാവുന്ന അല്ലെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന മാത്രം സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നത് ലിങ്ക്ഡിൻ ത്രൂ ജോലി കിട്ടുമോ എന്നായിരുന്നു. 100% ലിങ്ക്ഡിൻ ത്രൂ ജോലി കിട്ടും. ലിങ്ക്ഡിനിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഏതൊക്കെ കമ്പനീസ് ആണ് ഹയറിംഗ് വിളിക്കുന്നത്, അതിന്റെ റിക്വയർമെന്റ്സ് എന്താണ് നോക്കിയിട്ട് ആ റിക്വയർമെന്റ്സ് അനുസരിച്ച് റെസ്യൂമെ ടൈലർ മെയ്ഡ് ചെയ്തിട്ട് അവർ പറഞ്ഞിരിക്കുന്ന HR മെയിലിലേക്ക് നമ്മൾ മെയിൽ ചെയ്ത് അത് പ്രോപ്പറായി ഫോളോ അപ്പ് ചെയ്ത്, അതുപോലെ ലിങ്ക്ഡിനിൽ വളരെയധികം ആക്റ്റീവ് ആവണം. ലിങ്ക്ഡിൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് അതെങ്ങനെയാണ് യൂസ് ചെയ്യണത് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ത്രൂ എങ്ങനെ ജോലി കിട്ടും എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യണമെങ്കിൽ ഞാൻ അതിനെപ്പറ്റിയും ഒരു വീഡിയോ ഇടാം. അപ്പം ലിങ്ക്ഡിൻ ത്രൂ നമുക്ക് ജോലി കിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്തിട്ട് നമുക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ലിങ്ക്ഡിൻ ത്രൂ നമ്മൾ മെയിൽ അയക്കുക അല്ലെങ്കിൽ ജോബിന് അപ്ലൈ ചെയ്താലും സ്റ്റിൽ നമ്മൾ കോൾഡ് കോളിംഗ്, കോൾഡ് മെയിലിംഗ് എന്ന് പറയുന്നതും കൂടെ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നമുക്കൊരു അപ്ഡേറ്റ്സ് കിട്ടുകയും ചെയ്യുള്ളൂ. അതുപോലെ നമുക്ക് കുറച്ചും കൂടെ റെഫറൽ ത്രൂ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഒരു കമ്പനിയിലേക്ക് ലാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുഷ് ചെയ്യാനായിട്ട് ഇന്റേണലി ആ കമ്പനിയിൽ നിന്ന് കുറച്ച് പേരുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈല് കുറച്ചും കൂടെ ഇപ്പോൾ 1000കണക്കിന് ആൾക്കാരാണ് ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആണ് എല്ലാ പിള്ളേരും, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ല മാർക്കും CGPA എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ റെസ്യൂം ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രോപ്പറായിട്ട് ലിങ്ക്ഡിൻ യൂസ് ചെയ്യണം, കണക്ഷൻസ് ഉണ്ടാക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. അപ്പം അതൊക്കെ നമ്മൾ തന്നെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് എനിക്ക് തോന്നുന്നു ടു ബി ഓണസ്റ്റ് എന്റെ വർഷം 2025 വന്നിട്ടുള്ള കമ്പനീസും പാക്കേജസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ 2026 ഈ വർഷമൊക്കെ ഒരുപാട് കൂടുതൽ കമ്പനീസും ഹയർ പാക്കേജസിൽ കമ്പനീസും ഒക്കെ വന്നിട്ടുള്ളത് ഈ വർഷമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പാസ് ഔട്ട് ആയിട്ടുള്ള വർഷത്തിൽ എനിക്ക് കമ്പാരിറ്റീവ്ലി ഇത് എന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, കമ്പാരിറ്റീവ്ലി കമ്പനീസും റോൾസും പാക്കേജസും എനിക്ക് ഇത്തിരി കുറവായിട്ടൊരു ഡിപ്പുള്ള പോലെ എനിക്ക് തോന്നിയത് ഇപ്പോഴത്തെ വർഷമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടു ദ എമൗണ്ട് ഓഫ് കമ്പനീസ് വിച്ച് കെയിം ആൻഡ് ദ പാക്കേജ് ദേ ഓഫേർഡ് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഈ പ്ലേസ്മെന്റിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ GCയിൽ അങ്ങനെ നമുക്ക് ഒരു പ്ലേസ്മെന്റ് കിട്ടി അല്ലെങ്കിൽ ഈ സ്ലാബ് പ്ലേസ്മെന്റ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ വേറൊന്നിൽ ഇരിക്കാൻ പാടില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വേറെ എല്ലാ കമ്പനീസിലും നമുക്ക് കയറിയിട്ട് പ്ലേസ്മെന്റിന് ഇരിക്കാം. നമുക്കൊരു 10 ഓഫർ ലെറ്റർ കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല. അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണോ നമുക്ക് തോന്നുന്നത് അതിന് നമുക്ക് പോവാം. അല്ലാതെ നമുക്ക് ഇത് കിട്ടി എന്ന് വെച്ചാൽ അതിന് പോകരുത് എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കമ്പനീസ്, സോഫ്റ്റ്വെയർ ഒരുപാട് കമ്പനീസ്, ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് കൂടുതൽ പേരും ഇൻഫോസിസ്, TCS, അസെഞ്ചർ ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസിലാണ് ഉള്ളത്. കോർ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. ഇതൊക്കെയാണ്. പിന്നെ യൂണിഫോം ഉണ്ടായിരുന്നു, യൂണിഫോം ഒന്നുമില്ല. ഇറ്റ്സ് എ ഗവൺമെന്റ് കോളേജ്, കംപ്ലീറ്റ്ലി നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. അപ്പൊ ആരും അതിനൊരു കമ്പനി ഇരുന്നു കോട്ട് ഉണ്ടല്ലോ എന്ന്. അപ്പം കെമിക്കൽ ലാബിൽ കയറുമ്പോൾ എന്തായാലും ഒരു വൈറ്റ് കോട്ട് ഇടണം. അതൊരു മെക്കാനിക്കൽ ലാബ് കയറുമ്പോൾ നമുക്കൊരു ബ്ലൂ കളർ. അതങ്ങനെ കോളേജ് യൂണിഫോം അല്ലല്ലോ, ജസ്റ്റ് ആ ഒരു 2 hours മാത്രം ഇടുന്ന ഒരു സാധനമാണ്. അതല്ലാതെ നമുക്ക് അങ്ങനെ വേറെ റെസ്ട്രിക്ഷൻസും ഇതൊന്നും ഇല്ല. ഞാൻ കോളേജ് ഹോസ്റ്റലിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ലേഡീസ് ഹോസ്റ്റലിൽ. നമുക്ക് 9:30 ആയിരുന്നു കർഫ്യൂ, അതും ആരോ ചോദിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ 9:30 കൂടുതൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തിരിക്കുക, രാവിലെ കയറി വരിക, അങ്ങനത്തെ ഇതൊക്കെ. കാരണം പരിപാടികൾ വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നൈറ്റ് ഔട്ടും കോളേജിലൊക്കെ തന്നെ ആയിരിക്കും. അതങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇതുവരെ ആയിട്ടില്ല. പിന്നെ എക്സാംസ് ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ചിലത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ ഫെയിലാവും. ചിലതിന് നമുക്ക് വിചാരിക്കുന്ന മാർക്ക് കിട്ടില്ല, അതൊക്കെ ഉണ്ടാവും. അപ്പം അത് നമ്മൾ ഒന്നും കൂടെ സപ്ലി എഴുതി റെഡിയാക്കി എടുക്കുക. കാരണം ഇപ്പോൾ സ്പെഷ്യൽ സപ്ലിമെന്ററി എന്ന് പറയുന്ന ഒന്നുകൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 year ഒരു സർക്കിൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഒരു 6 months തന്നെ ജൂനിയേഴ്സ് എഴുതുമ്പോഴും അതിൻ്റെ ഇടയിൽ സ്പെഷ്യൽ ആയിട്ടൊരു സപ്ലിമെന്ററി എക്സാം ഒക്കെ വരും, അതിൽ ക്ലിയർ ചെയ്തെടുക്കാം. അത് സപ്ലൈ ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് ജോലി കിട്ടാണ്ടിരിക്കും അങ്ങനെയൊന്നുമില്ല. കാരണം കുറെ കമ്പനീസും അത് കുറച്ച് പേർക്കുള്ള ഒരു സംശയമാണ്, സപ്ലി ഉണ്ട്, അയ്യോ എനിക്ക് 1 സപ്ലി, എനിക്ക് 2 സപ്ലി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടില്ല. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് കുട്ടികളെ, അങ്ങനെയൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഉള്ള 42 എണ്ണത്തിൽ ഉമേഷിനെ പോലെ 40 സപ്ലിയും വാങ്ങി വരണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1-2 സപ്ലി ഉണ്ടെങ്കിലും
കമ്പനീസ് എടുക്കാറുണ്ട്. കമ്പനീസ് 6 CGPA, മാക്സിമം ബാക്ക്ലോഗ് ഹിസ്റ്ററി 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ചില കമ്പനീസ് ഉണ്ടായിരുന്നു കേട്ടോ. CGP എന്ന് പറയുന്നത് 6, 7 എന്നൊക്കെ വെച്ചിട്ടുള്ള കമ്പനീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ കമ്പനീസ് ഒക്കെ വന്നിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്രഷർ പാക്കേജിൽ. അപ്പം തിങ്സ് നമുക്ക് ടെക്നിക്കലി നമ്മൾ സൗണ്ട് ആണോ, നമുക്ക് HR ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിനെപ്പറ്റി ഞാൻ കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് വേണമെങ്കിൽ അതും പ്ലീസ് ടു കമന്റ് ബിലോ. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. കാരണം എന്ത് ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണമെന്ന് അറിയാണ്ട് വെറുതെ കുറെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ വേണ്ട വീഡിയോസ് മാത്രം ഞാൻ ചെറുതായി ചെയ്തു പോവാം. അങ്ങനെ അപ്പം പിന്നെ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് ഒക്കെ വരാറുണ്ട്. അതും അത്യാവശ്യം നല്ല പാക്കേജിലാണ് വരാറ്. ഫെഡറൽ എനിക്ക് തോന്നുന്നു 7.5 LPA സംതിങ്. SIB ഇറ്റ് വാസ് 15 LPA ഫോർ ദ പ്രൊബേഷണറി ഓഫീസർ റോൾ. പിന്നെ ഈ പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനീസ് ഇറ്റ് വാരീസ്. ഇത് ചില സമയത്ത് അവർ നല്ല ഹൈ പാക്കേജും ചില സമയത്ത് വളരെ ലോ പാക്കേജും പറയാറുണ്ട്. ഇപ്പൊ TCS ആണെങ്കിൽ തന്നെ നിഞ്ച, ഡിജിറ്റൽ പ്രൈം ഓരോന്നിനും ഓരോ പാക്കേജാണ് വരുന്നത്. അങ്ങനെയൊക്കെ. അപ്പൊ അത് നമ്മളുടെ ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ആദ്യം നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞൊരു ടെക്നിക്കൽ ഇന്റർവ്യൂ ഉണ്ടാവും, അത് കഴിഞ്ഞൊരു HR ഇന്റർവ്യൂ ഉണ്ടാവും. ആൻഡ് കമ്പനീസ് അനുസരിച്ചിട്ട് ഈ പാറ്റേണിൽ ചെറിയ വ്യത്യാസം വരും. ബട്ട് സ്റ്റിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. അപ്പോൾ പിന്നെ ആക്റ്റീവ് സപ്ലീസ് ഇല്ലാതെ വരാൻ ശ്രമിക്കുക. കാരണം പ്ലേസ്മെന്റ്സ് എനിക്ക് തുടങ്ങുന്നു, നമ്മളുടെ ഒരു 6th സെമസ്റ്റർ തൊട്ടിട്ടാണ് പ്ലേസ്മെന്റ്സ് അല്ലെങ്കിൽ കമ്പനീസ് വന്നു തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് സപ്ലി ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒരു 6th സെമസ്റ്ററിന് മുന്നേ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലി ഹിസ്റ്ററി ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക, ആക്റ്റീവ് സപ്ലി ആയിട്ട് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ജോലി പിന്നെയും കുറച്ച് കമ്പനീസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആക്റ്റീവ് സപ്ലി ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആക്റ്റീവ് സപ്ലി ഉള്ളവരെ എടുക്കുന്ന കമ്പനീസ് അങ്ങനെ അധികം വരാറില്ല എഞ്ചിനീയറിംഗ് കോളേജസിൽ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത്രയുള്ള എല്ലാവർക്കും ശുഭരാത്രി.